നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ മായാമുദ്രകൾക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 15 വർഷക്കാലമായിട്ട് ഞാൻ ദുബായിലുള്ള ബിന്നെയർ ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, സെയിൽസിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റാണ് ഈ എയർ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ്, ബാക്ക് ഫിൽറ്റേഴ്സ്, പ്രീ ഫിൽറ്റേഴ്സ്, ഹെപ്പ ഫിൽറ്റേഴ്സ്, വീസൽ ഫിൽറ്റേഴ്സ്. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് UAE-യിലുള്ള ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ, കമ്പനികൾ ഒക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. GCC കൺട്രികളിലും ഞങ്ങളുടെ മെറ്റീരിയൽ കൊടുക്കാറുണ്ട്. ഇതിന് ലഭിക്കുന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം ഒമാനിൽ ഈ കുന്തിരിക്കം, ഊത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെയിൽസ് ചെയ്യുന്ന ഒരു കമ്പനി ഞങ്ങൾക്കുണ്ട്. അതിനും നിങ്ങളുടെ സഹായം ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് ഒമാൻ്റെ ഏറ്റവും മുന്തിയ കുന്തിരിക്കമാണ്. ഇത് ഇവിടുത്തെ ചർച്ചുകളിലൊക്കെ ധാരാളം ഇവിടെ ഉപയോഗിക്കുന്നതാണ്. ഇത് ആവശ്യമുള്ളവർക്ക് ഒമാനിൽ ലഭിക്കുന്ന അതേ വിലയിൽ ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഊത് നല്ല സുഗന്ധമുള്ള ഊതാണ്. ഇതും ഒമാനിലെ അതേ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സാധനമാണ്, ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ബ്യൂട്ടി സോപ്പാണ്. ഇത് ആടിൻ്റെ പാലും കുന്തിരിക്കവും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വാഹനം വിൽക്കുന്നതിനോ അങ്ങനെയുള്ള സെയിൽസ് സംബന്ധമായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ അത് ഞങ്ങളുടെ വീഡിയോയിലും അല്ലാതെയുള്ള ഞങ്ങളുടെ സെയിൽസ് സംബന്ധമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. വേറെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, 2 മാസം മുമ്പ് ഞാൻ ഒമാനിൽ പോയിരുന്നു, സലാലയിൽ പോയിരുന്നു. സലാലയിൽ ചെന്നപ്പോൾ അവിടെ യോബ്, നമ്മുടെ ബൈബിളിൽ പരാമർശിക്കുന്ന യോബിൻ്റെ കല്ലറയും അദ്ദേഹം താമസിച്ച വീടും അദ്ദേഹം രോഗിയായിരുന്ന സമയത്ത് അദ്ദേഹം കുളിച്ചിരുന്ന കുളവും ഒക്കെ പോയി കാണുവാനിടയായി. അതുപോലെ തന്നെ അവിടെ ചേരമാൻ പെരുമാളിൻ്റെ ശവകുടീരവും സലാലയിലുണ്ട്. അതും കാണുവാനിടയായി. ഞാൻ യോബിനെ പരാമർശിച്ചത് യോബ് എന്ന ബൈബിളിലും ഖുറാനിൽ അയ്യൂബ് നബി എന്നും പറയുന്ന ഈ ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം വലിയ സമ്പത്തുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടുമൊക്കെ ഞാൻ പോയി കാണുവാനിടയായി. താമസിച്ച വീടും അദ്ദേഹത്തിൻ്റെ ധാരാളം ഒട്ടകത്തിൻ്റെ സമ്പത്ത്, എന്നുവെച്ചാൽ ആ കാലത്ത് മൃഗസമ്പത്ത്, വസ്തുവകകൾ, അദ്ദേഹം ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഒരു ദൈവം യോബിനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി വിധേയനാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തെ മറുത്തു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം മരിച്ചുപോയി. മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം ദൈവം അദ്ദേഹത്തെ പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഈ പരീക്ഷണത്തിലൊന്നും യോബ് തളർന്നു പോയതായിട്ടോ വിശ്വാസത്യാഗം ചെയ്തതായിട്ടോ നമ്മളെന്നും വായിക്കുന്നില്ല. അദ്ദേഹം ഭക്തനായിട്ട് തന്നെ ജീവിച്ചു. അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്ത് കുഷ്ഠം പോലെയുള്ള അസുഖം വന്നു. അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹം
വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷേ ഈ സമയത്തൊന്നും അദ്ദേഹം ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയ ഈ യോബ് ഒരിക്കൽ പോലും അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ദൈവത്തെ മറുത്തു പറയുന്നതിനോ ഇതിനൊന്നും അദ്ദേഹം തയ്യാറായില്ല. ഇത് ഈ യോബ് നബി നമ്മുടെ മുന്നിൽ വലിയൊരു ദൃഷ്ടാന്തമാണ് കാണിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ അവിടെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഒരിക്കലും പതറാതെ, നമ്മുടെ മനസ്സ് പതറാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് യോബ് അല്ലെങ്കിൽ അയ്യൂബ് നബി. ഇതെല്ലാം ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കാര്യങ്ങൾ എല്ലാം ഞാൻ അവിടെ കാണുകയുണ്ടായി. അപ്പോൾ ഞാനിതെല്ലാം ഓർത്തു, ഇവിടെയാണല്ലോ ഈ ബൈബിളിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഖുറാനിൽ പരാമർശിക്കുന്ന ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഇവിടെയാണല്ലോ അദ്ദേഹത്തിന് ഇത്രയും മക്കൾ മരണപ്പെട്ടു പോയത്. ഇതെല്ലാം അതുവരെ രോഗിയായി അദ്ദേഹം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയത് ഈ സ്ഥലത്താണല്ലോ. ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നു. ഇത് ഞാൻ എന്തിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ കടന്നു പോകും. ചിലപ്പോൾ മക്കൾ വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്, ചതിയന്മാരായ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പലതരത്തിലുള്ള അപകടങ്ങളിൽ പെടാൻ ചാൻസ് ഉണ്ട്, വലിയ മാറാ രോഗികളാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെറിയ കാര്യത്തിന് പോലും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളോട് യോബ് എന്ന് പറയുന്ന നബിയുടെ ഒരു വലിയ ഒരു മെസ്സേജുണ്ട്. നിങ്ങൾക്ക് ദൈവമാണല്ലോ നിങ്ങൾക്കൊരു ജീവൻ തന്നതെങ്കിൽ അത് അന്ത്യത്തോളം അവസാനം വരെ ദൈവം അതെടുക്കുന്നിടം വരെ നിങ്ങൾ ജീവിക്കണം എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ യോബ് നമ്മുടെ മുന്നിൽ തരുന്നത്. ഇത് ജസ്റ്റ് പുതിയ തലമുറയ്ക്ക് എന്നും ഈ യോബ് ഒരു പ്രചോദനമായിരിക്കും. ഇത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. ഇത് ജസ്റ്റ് ഇന്ന് ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, പ്രയാസത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവം ആ സാഹചര്യത്തിന് വ്യത്യാസം വരുത്തുമെന്നുള്ള പ്രത്യാശയോട് ജീവിക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.